സമർത്ഥമായിട്ടാണ് ഇവര് തട്ടിപ്പ് നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പേരോട് നാദാപുരത്ത് എനിക്കെതിരെയിട്ട മറ്റൊരു ക്ലിപ്പിംഗ് നിങ്ങൾ കാണണം. സുന്നിയും ക്രിസ്ത്യാനിയും ഇസ്ലാമിനും ഒന്നുപോലെയാണ്, കണക്കാണ്, രണ്ടുകൂട്ടരും പേച്ചോലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. എന്താ പറയുന്നത്? അതൊന്നും കേൾപ്പിക്കാതെ കട്ട് ചെയ്തിട്ട് ഒരു ഒറ്റ വാൽക്കഷ്ടം കേൾപ്പിക്കുക, എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പുകിലുണ്ടാക്കിയിട്ട് കണ്ടോ മുത്തുനബിയുടെ അനുയായികളായ നമ്മളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാണ് പിന്നെ പറയും. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കും. വേറെ പറയുന്നത് സുന്നിയോട് ക്രിസ്ത്യാനികളും തന്നെയാണ്. സുന്നിയോട് ക്രിസ്ത്യാനികളെ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരുപോലെയാണ്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. സ്വന്തം മോൻ കാഫറായിട്ട് മൗലവിയെ കണ്ടില്ലേ? ആ മൗലവി എന്തേ മൗലവിന്റെ മോനിങ്ങനായിപ്പോയി നിങ്ങൾ മനസ്സിലാക്കി? അതായത് ജാറം നിറഞ്ഞൊരു മൗലവി ഉണ്ടാവും. വാക്ക് പറ്റിയൊരു തെറ്റാ, അതെന്നെയാണ് എന്ത് സംഭവിച്ച് പ്രസംഗത്തിനിടയില് സുബൈസ്കാരത്തിന് ശേഷമുള്ള കുനൂത്ത് എന്ന് ഞാൻ പറഞ്ഞു പോയ വാക്കും. അപ്പൊ കണ്ടോ, ജാറം നിറഞ്ഞൊരു മൗലവി, വേറൊരു മൗലവി, അങ്ങനെ ഉണ്ടോ? അപ്പൊ പ്രസംഗത്തിനിടയിൽ അങ്ങനെയൊക്കെ വാക്കുകളിൽ സ്ലിപ്പ് ഓഫ് ദ ടങ് സംഭവിക്കും. അതെടുത്തു ധരിച്ചാൽ ഉണ്ടാവും എന്താ വിഷയം? എന്താണ്? സുന്നിയും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. അതിനിടയിൽ ഉമർ മൗലവിന്റെ മകന്റെ നേരെ ഒരു കുതിര കയറാൻ. എന്താണ്? ദൈവനിഷേധിയായി കാഫിറായി ഉമർ മൗലവിന്റെ മോൻ മരിച്ചത് ജാറത്തെ പറ്റി പറഞ്ഞിട്ടാണ്, അമ്പിയാക്കളെ പറ്റി പറഞ്ഞിട്ടാണ്, ഔലിയാക്കളെ പറ്റി പറഞ്ഞിട്ടാണ് എന്നാ. ഞാനിപ്പോ അൽഹംദുലില്ലാ എന്ന് പറയാ. എന്താണെന്നറിയോ? നൂഹ് നബിന്റെ കാലത്ത് മർക്കസു സക്കാഫത്ത് സുന്നി അല്ലാത്ത അമ്പിയാക്കളുടെ ഭാഗ്യം. സക്കാഫിമാര് ഈ പ്രവാചകന്മാരുടെ കാലത്തില്ലാതെ രക്ഷ. അതെ, നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പിഴച്ചു പോയത് നൂഹ് നബി ഏത് ജാറത്തെ പറ്റി പറഞ്ഞിട്ടാ? നൂഹ് നബിയുടെ ഭാര്യ പിഴച്ചു പോയത് ഏത് ജാറത്തെ പറ്റി പറഞ്ഞിട്ടാ? ഏത് അമ്പിയായിനെ എതിർത്തിട്ടാ നൂഹ് നബിന്റെ മോൻ കാഫിറായത്? പറയണം, ഖുറാഫി പുരോഹിത, ഇൽമില്ലാത്ത മനുഷ്യ, നീ പറയണം. ഇബ്രാഹിം നബിന്റെ ബാപ്പ പേച്ചി. ഇബ്രാഹിം നബി ഏത് ദർഗനെ കുറിച്ച് പറഞ്ഞിട്ടാ? നിങ്ങളെ മുസ്ലിയാക്കന്മാരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കും. വിവരമില്ല, ഏറ്റവും വലിയ ജാഹിലുകളാണ് നിങ്ങളെ നേതാക്കന്മാർ. നിങ്ങൾ അറിയണം. ഈ ക്ലിപ്പിംഗ് മുജാഹിദുകളെ തോൽപ്പിക്കാനിട്ടതാ. ഇതേ സംഗതി ഖുർആൻ ഉദ്ധരിച്ചിട്ട് നൂഹ് നബിന്റെ മോൻ പേഴ്സില്ലേ എന്ന് ചോദിച്ചാലോ? ഞങ്ങൾ ചോദിക്കുക, അത് ഈ ജാതി വിവരക്കേട് നാദാപുരത്തിന്റെ മണ്ണിൽ ജനങ്ങളുടെ മുമ്പാകെ അബദ്ധമായി എഴുന്നള്ളിക്കുമ്പോ ഓർക്കണം, ഖുർആനും സുന്നത്തും കയ്യിലുള്ള ഒരു ജനപദത്തോട് കടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ കയ്യിലെ ആയുധം നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. റോമയുടെ, പേർഷ്യയുടെ, ഈജിപ്തിന്റെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ സഹാബികൾ കടന്നു വന്നത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശ ജ്യോതിസിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് ചേർത്തുന്ന ഖുർആനുള്ള ഞങ്ങളോടാണ് നിങ്ങളെ കളി. മാലപ്പാട്ടുകളും കാലകളും കീലകളും പൈശാചിക കൃതികളും കയ്യിലുള്ള നിങ്ങളാണോ? അല്ലാഹുവിന്റെ ഗ്രന്ഥം കയ്യിലേന്തിയ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കയ്യിലേന്തിയ ഞങ്ങളോട് കളിക്കുന്നത്? ഇനി ക്ലിപ്പിംഗിന്റെ പൂർവ്വസ്ഥിതി എന്താ കേട്ടോളി. ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ പയ്യൻ എന്റെ പള്ളിയിലെ ഖുതുബ കേൾക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളുടെ കേസറ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്, അതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗമായിരുന്നു യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, യേശുക്രിസ്തു ശത്രു വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ബൈബിളിലുള്ളത്. എന്നിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആളുകളാണ്, യേശുക്രിസ്തുവിനനുസരിച്ചാ രക്ഷപ്പെടൂ. ഞാൻ അതിൽ ചോദിച്ച ചോദ്യമായിരുന്നു, യേശുക്രിസ്തുവിനെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു പടച്ചവനോട് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുമ്പോ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തുയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ യേശുക്രിസ്തുവിന്റെ വഴിയിലാണോ, അല്ല ദൈവത്തിന്റെ വഴിയിലാണോ, അല്ല സാവൂറിന്റെ വഴിയിലാണോ എന്ന് ഞാൻ അതിൽ ചോദിച്ചിരുന്നു. ബുദ്ധിയുള്ളവർക്കൊക്കെ അല്ലേ, അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. യേശുക്രിസ്തു പടച്ചവനോട് പ്രാർത്ഥിച്ച് കാണിച്ചില്ല, നമ്മളോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. സുന്നികളോ ബദരീങ്ങളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് കാണിച്ചെന്നു, സുന്നികളോ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. എന്താ ഞാൻ പറഞ്ഞു തന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞുതരാം, ആദർശാണല്ലോ, പറയണല്ലോ. ഒരു ജോസഫ് ഇങ്ങോട്ട് വന്നു. ജോസഫ് വന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഈ മൊനമത്ത് ബീവി എന്നൊരു ബീവി ഉണ്ടല്ലോടാ? അതെ, അങ്ങനെ ഒരു ബീവി ഉണ്ട്. ആ ബീവി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്. എന്താ അങ്ങനെ? മൊനമത്ത് ബീവി മുന്തിയ ബീവിയാണ്, പഠിച്ചവന് ഇഷ്ടപ്പെട്ട ബീവിയാണ്, വലിയ തുള്ളായിക്കയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോസഫ് ചോദിച്ചു, അല്ല
ഈ നിങ്ങൾ ഫാത്തിഹ ഓതലുണ്ടല്ലോ, ഉണ്ട്. ഫാത്തിഹയില് മുഹമ്മദേ ഈ അവസാന ഭാഗം ഇങ്ങനെയല്ലേ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താണ് അതിന്റെ അർത്ഥം? വഴിവെച്ചവരുടെയും കോപിക്കപ്പെട്ടവരുടെയും മാർഗത്തിൽ ഉൾപ്പെടുത്തരുത്. ആഹാ, അത് ഞാനല്ലേ, ക്രിസ്ത്യാനിയായ ഞാനല്ലേ? അതെ, ഞങ്ങളല്ലേ? അതെ, ശരി, ഞങ്ങൾ ക്രിസ്ത്യാനികള് വഴിവെച്ചവരാണെന്ന് പറയാൻ നിങ്ങൾ എന്താ കാരണം? അത് മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്. ആഹാ, അല്ല, നീ മുനമ്പത്ത് ബീവിനെ പറ്റി എന്തായും പറഞ്ഞ്? മഹദിയാണ്, വലിയ ആളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ടാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ശരി, അപ്പൊ മറിയം ബീവിയോ? അപ്പൊ കേട്ട സുന്നിയായ മോമനൊരു തോന്നൽ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ? കാരണം വിവരം വഹാബിക്കല്ലുണ്ടാവുള്ളൂ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ എന്നൊരു ചോദ്യം. അപ്പോ ഇയാളെ ചോദ്യം, ജോസഫിന്റെ ചോദ്യം, അല്ല ഈ മറിയം ബീവിയെ പറ്റി ഖുർആനിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ടോ? മറിയം ബീവിന്റെ പേരിൽ ഖുർആനിലൊരു അധ്യായം ഉണ്ടോ? മുനമ്പത്ത് ബീവിനെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ മുഹമ്മദ് ചങ്കില ചോദ്യം, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു കുളത്ത് നശീകരണങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പൊ വീണ്ടും ജോസഫിന്റെ ചോദ്യം, അല്ല മുനമ്പത്ത് ബീവിനെ കുറിച്ച് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ലട്ടോ. നല്ല കിതാബിൽ എവിടെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്താണ്? ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാന പീറന്നുള്ള നാട്. ഊരും പേരും ഒന്നും അറിയില്ല, പിന്നെ ബഹുമാനപ്പെട്ടോല് ജനിച്ച നാട്ടിലാ ഇത്. നിങ്ങൾക്കറിയോ, മുഹമ്മദ് നബി ജനിച്ച മക്കത്ത് തന്നെയാണ് അബൂജഹലും ജനിച്ചത്. എന്താ കാര്യം? കുടുംബത്തിലാ ജനിച്ചത്. എന്താ കാര്യം? ആളുകൾ ഇനി സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ നടത്തിയിട്ടുള്ള കാന്തപുരത്തിന്റെ മതം എന്ന് പറഞ്ഞൊരു വിഷയത്തിലെ ഭാഗമാണ്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചല്ലോ. ഏത് കാര്യത്തിൽ സുന്നിയും ക്രിസ്ത്യാനിയും ഒരേപോലെ എന്നാ പറഞ്ഞത്? അത് മാത്രം കേൾപ്പിക്കുക, സുന്നിയും ക്രിസ്ത്യാനിയും ഒരേപോലെ. ഇപ്പൊ നമ്മൾ പറയാണെന്ത്? ബഷീറിന്റെ മോൻ മാധവന്റെ മോനെ പോലെയാണ്. കേട്ടോളി, ശരിക്കും പഠിച്ചോളൂ. എന്താണ് ഈ ഖുറാബിമാരുടെ അവസ്ഥകൾ ശ്രദ്ധിച്ചോളി. ബഷീറിന്റെ മോൻ മാധവന്റെ മോനെ പോലെ തന്നെ, അല്ലെങ്കിൽ മാധവന്റെ മകൻ ബഷീറിന്റെ മോനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവർ ഒന്നുപോലെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കുടീന്റെ കാര്യത്തിൽ, കള്ളുടിക്കുന്ന കാര്യത്തിൽ മാധവന്റെ മോനും ബഷീറിന്റെ മോനും ഒരേപോലെയാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ബഷീറിന്റെ മോനും മാധവന്റെ മോനും ഒരേപോലെ എന്നാ അല്ല. വിവരമുള്ള ആരും മനസ്സിലാക്കില്ല, വിവരമില്ലാത്തോണ്ട് സക്കാഫിമാർ മനസ്സിലാക്കും. ഓൽക്കതില്ലല്ലോ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിശൂന്യർ അവരാണല്ലോ. അതുകൊണ്ട് അത് സംഭവിക്കും. സത്യത്തിൽ എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു പിലാത്തോസിന്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹ്നോട് നേരിട്ട് പ്രാർത്ഥിച്ചതായി പറയുന്നു. അല്ലേ? ലൂക്കോസ് സുവിശേഷത്തിൽ കാണാം, 22-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ യേശുക്രിസ്തു ദൈവത്തോട് ആപൽ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ക്രിസ്ത്യാനികൾക്ക് ഒരു ആപത്ത് വന്നാൽ അവർ യേശുക്രിസ്തു ആരോടാണോ പ്രാർത്ഥിച്ചത് ആ അള്ളാഹനെ വിട്ട് യേശുക്രിസ്തുവിനോട് തേർന്നു. ഇതുപോലെ 313 ആളുകൾ ബദറിൽ പങ്കെടുത്തു. ഇത് അവരെന്ത് ചെയ്തു? മക്കയിലുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബികള്, ബദരീങ്ങള് ബദറിൽ പങ്കെടുത്തപ്പോ അവർ അള്ളാഹിനോട് മാത്രം തേർന്നു ആബൽ ഘട്ടത്തിൽ. ആ ബദരീങ്ങളോടോ സുന്നികൾ എന്ത് ചെയ്തു? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ബദരീങ്ങളെ വിട്ട് ബദരീങ്ങളോട് തേർന്നു. ഇക്കാര്യത്തിൽ സുന്നിയും ക്രിസ്ത്യാനി ഒന്ന് തന്നെ. നിങ്ങൾ ഇത്രയും ക്ലിപ്പിംഗ് കേട്ടതിൽ മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്നുള്ള നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുക. ഈ മനസാക്ഷിയുള്ള നിങ്ങളോട് ഇപ്പൊ എന്റെ കുറെ ക്ലിപ്പിംഗ് മുസ്ലിയാക്കന്മാരിട്ടതും അതിന്റെ അപ്പുറപ്പുറവും ഞാൻ കേൾപ്പിച്ചല്ലോ. ഈ പുത്തൻപള്ളിയിൽ നിന്ന് അള്ളാഹ് ആത്മാവിനെ പിടിക്കുന്ന ഈ പ്രസംഗം കേൾക്കുന്ന മനുഷ്യരോട് ഞാൻ ഒന്ന് ചോദിക്കുന്നു, നിങ്ങളെ ഉസ്താദുമാർ സത്യസന്ധരാണെന്ന് ഹൃദയത്തിൽ തട്ടി ആരും കേൾക്കണ്ട, നിങ്ങളെ മനസാക്ഷിനോടൊന്ന് ചോദിക്കണം. നിങ്ങളിങ്ങനെ നാദാപുരത്തിട്ട് എന്താ സുന്നികളും ക്രിസ്ത്യാനികളും ഒന്ന് തന്നെ അങ്ങനെ കളിപ്പിച്ചാൽ തെറ്റിദ്ധാരണ ഉണ്ടാവൂലേ? ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവൻ ഈമാനുള്ളവനാണോ? തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ടവനാണ് മുഖ്മിൻ. പേരോടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആരാണിവർ? അള്ളാഹുവിനെ ജീവിതത്തിൽ ഭയപ്പെടാത്തവർ അല്ലേ? അള്ളാഹിനെ മാത്രം ഭയപ്പെടേണ്ടവർ ഈ പണി ചെയ്യോ? അള്ളാഹിനെ പേടിക്കുന്നവർ ചെയ്യോ? എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്നവർ നല്ല പ്രവൃത്തിയല്ലേ ചെയ്യേണ്ടത്? ഈ ക്ലിപ്പിങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കേട്ടിട്ട് തോന്നിയിട്ടില്ലേ? ഇത് ശുദ്ധമായ കളവ് പറയായിരുന്നു മുസ്ലിയാക്കന്മാർ. എന്തിനിവർ ചതിച്ചു? ഇവരാണ് ഖുർആനിൽ നിങ്ങളെ വഞ്ചിച്ചത്. ഇവരാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറയുന്നത്. ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ കരുതണം, ഇവർ നിങ്ങളെ നരകത്തിലെത്തിക്കും.